ഗൈസ് നമ്മളെ പെരീത്തൊരവസ്ഥ നോക്കുകയാണെ ഒരുത്തൻ അവിടെ കമ്പ്യൂട്ടറിന്മേൽ ഗെയിം കളിച്ചുത്തിരിക്കുക, ഒരുത്തവിടെ മൊബൈലിന്മേൽ ഗെയിം കളിച്ചുത്തിരിക്കുക, ഒരുത്തവിടെ ടി വി കാണുക കേട്ടോക്കാണ്. അല്ല മക്കളെ നിങ്ങൾക്കൊക്കെ എങ്ങനെ പിന്നെ നിങ്ങൾക്കൊക്കെ അന്തം വെക്കുക ഫുൾ ടൈം നിങ്ങളൊക്കെ കണ്ണുണ്ടല്ലോ ഒക്കെ കോങ്കണ്ണയും കണ്ട് 2 മാസം തന്നെ സ്കൂള് പൂട്ടിയില്ലേ? സ്കൂള് പൂട്ടിക്കണ എഴുതിയാണ്ട് ഇങ്ങനെ ഉണ്ടോ കുട്ടികളൊരു ഇതാക്കല് സ്ക്രീൻ ടൈം കുറക്കണോ അല്ലേ? അല്ലാതെ ഐറ്റങ്ങൾ ഒതുങ്ങിയിരിക്കൂല. ഓനൊക്കെ കണ്ടില്ല, ഓനൊക്കെ അങ്ങനെ റൈസിങ് ഇങ്ങനെ ചെയ്തിട്ട് ഇവലെ സ്ക്രീൻ ടൈം ഇവർക്ക് വേറെ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങി കൊടുക്കണം. എന്ത് കളിപ്പാട്ടം? വേറെ കളിപ്പാട്ടം വാങ്ങി തന്നെ നിങ്ങൾ കളി നിർത്തുമോ ഗെയിമുകള്? ഉറപ്പാണോ? ഷുവറല്ലേ? സെറ്റ് ആയി കൊടുക്കാം. എന്താ അറിയോ എന്താ അറിയോ പോട്ടിയാളല്ലേ കാറ് നോക്കട്ടെ, ഞാൻ പൊളിച്ചെന്നാ മെച്ചേ സെറ്റ് ആക്കി തരും കേട്ടോ. ഞാൻ പത്ര കൊണ്ടേ കൂട്ടേ അതിന്റെ എടുത്താ ആ പച്ച സാധനം. അത് മാത്രല്ല ഇത് രണ്ടും ഫിറ്റ് ചെയ്ത് നടക്കുന്നു. അപ്പൊ ആർക്കൊക്കെ ഇതിൽ ഡ്രൈവിംഗ് അറിയാം? ഓക്കെ, അടുത്താളെ നീ ചുപ്പുറുക, നീ അത് മറിക്കും. അങ്ങനെ ഗൈസ് ഈ സാധനം വീട്ടിൽ വാങ്ങിക്കോളിട്ടോ. അതായത് നമ്മൾ ഈ കുട്ടികൾ ഈ മൊബൈൽ മേലും ടി വിയിലും ഇങ്ങനെ കണ്ടുകാണ്ടേ ഫുൾ ടൈം കണ്ണൊക്കെ മറ്റേ മത്തങ്ങ കണ്ണാക്കണതിന് പകരം ഈ ഒരു സാധനം വാങ്ങിക്കൊടുത്താണ്ടല്ലോ. ഇപ്പൊ ടിഷ ബേബി ഒക്കെ ഓക്കും ഭയങ്കര അതിർപ്പെട്ടത്, വലിയവർക്കും ചെറുവൽക്കൊക്കെ. ഞാൻ കുറേ നേരം കാർ ഇതാക്കി നോക്കിയിട്ടോ. പിന്നെ കുഞ്ഞോള് കുറേ നേരം ആയിമ്പോൾ നിന്നിക്കണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ടൈം പോകണേന്ന് അറിയില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ അതന്നെ പരിപാടി. ഇന്ന് നേരം വെളുത്തിട്ട് ടി വി അവിടെ തുറന്നിട്ട് കണ്ടൊക്കെ ഉണ്ടോ ഞാൻ കളിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവും മേലെ. ആ ഫോട്ടോ തന്നെ ഞെക്കിയിട്ട് വേഗം പോയി പർച്ചേസ് ചെയ്തോളിട്ടോ. ഒറിജിനൽ തന്നെ പർച്ചേസ് ചെയ്തോണ്ടി. ഓക്കെ.